നിരവധി ജൂബിലി ചിറ്റ്സിന്റെ നേതൃത്വത്തിൽ ചിറ്റ് ഫണ്ട് ഡേ ആഘോഷിച്ചു. ഇരട്ടി മെയിൻ ബ്രാഞ്ചിൽ നടന്ന പരിപാടി മാനേജിംഗ് ഡയറക്ടർ ബിനീസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 44-ാം ദിവസമാണ്. അതായത് കേന്ദ്ര ചിട്ടി നിയമം ഉണ്ടായത് 1982-ലാണ്. ഇന്നിപ്പോൾ ഏകദേശം 44 ദിവസങ്ങളായി, അല്ലെങ്കിൽ 44 വർഷങ്ങളായി. ഈ സമയം കൊണ്ടുണ്ടായിരുന്നത് മറ്റേ ഈ കേന്ദ്ര ചിട്ടി നിയമം നമുക്കറിയാം, KSFE പോലെ അറിയാം. ഒരു സ്ഥാപനം കൂടി നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ച് വളരെയധികം നന്നായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. ഏറ്റവും നല്ല സേവനങ്ങൾ മറ്റ് സ്ഥാപനങ്ങളുടെ കഴിഞ്ഞും ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ നമ്മൾ കിട്ടാറുണ്ട്. ഏറ്റവും നല്ല സാഹചര്യങ്ങൾക്കാണ് നമുക്ക് കാണുന്നത്. മറ്റേത് ധനകാര്യ സ്ഥാപനങ്ങൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ബാങ്കിങ് മേഖല കഴിഞ്ഞും ഇൻഷുറൻസ് മേഖല കഴിഞ്ഞും ഏറ്റവും നല്ലത് ചിട്ടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ ഈ മറ്റേ കേന്ദ്ര ചിട്ടി നിയമം അനുസരിച്ചുള്ള നിയമം എന്ന് പറയുന്നത് നമുക്കറിയാം. അതായത് KSFE പോലുള്ള ചിട്ടികൾ, അതുപോലെ തന്നെ നിരത്തി ജൂബിലി പോലുള്ള ചിട്ടികൾ എല്ലാം കേന്ദ്ര ചിട്ടി നിയമം അനുസരിച്ച് തന്നെയാണ് നമ്മളെല്ലാവരും തന്നെ വിജയിക്കുക. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, സാമ്പത്തിക നിക്ഷേപങ്ങളൊക്കെയും ഏറ്റവും നല്ലത് ചിട്ടി തന്നെയാണ്. CEO ബിജു ജോസഫ്, ബ്രാഞ്ച് മാനേജർ PV രാമചന്ദ്രൻ, സദാനന്ദൻ കൊയിലൂർ, KV സെബാസ്റ്റ്യൻ, പ്രിൻസ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. എനിക്ക് പറയാനില്ല. ഇവിടെ ഇടപാടുകൾ ബാങ്കിങ്ങിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. അതിനെ അപേക്ഷിച്ച് പെട്ടെന്ന് നമ്മുടെ ക്യാഷ് കിട്ടാനും എല്ലാം വളരെ ലഘുവായിട്ട് കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിൽ ആണെന്ന് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ എത്തിയാൽ നമ്മളൊരു ക്യാഷ് അടയ്ക്കുന്ന കാര്യത്തിലോ എന്താണെങ്കിലും ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ എല്ലാം സഹകരണങ്ങളും. നമ്മളൊരു ബാങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ സമയം കാത്തു നിൽക്കണം. ഞാനിപ്പോൾ കാനറ ബാങ്കിൽ പോയിട്ടാണ് വരുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് വരാം എന്ന് വിചാരിച്ച് അവിടെ ചെന്നു. അവിടെ അരമണിക്കൂറോളം ചെലവഴിക്കേണ്ടി വന്നു ഒരു ചെക്ക് കൊടുത്തിട്ട് ക്യാഷ് കിട്ടാനായിട്ട്. നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് എടുക്കാൻ വേണ്ടി അരമണിക്കൂർ അവിടെ ചെലവഴിക്കേണ്ടി വന്നു. അപ്പോൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ അനുഭവം പറയുമ്പോൾ ഇവിടെ 1 മിനിറ്റ് സമയം പോലും നമുക്ക് ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല ഈ കാലഘട്ടത്തിൽ. ഒരു 5-8 വർഷമായിട്ട് എല്ലാ സമയത്തും തന്നെ ഞാൻ സിറ്റിയിൽ ഇവിടെയുണ്ട്. ഹൈവിഷൻ ന്യൂസ്, ഇരട്ടി.